ഗേറ്റിലെ ചെറിയ ഓടാമ്പലെടുത്തുകൊണ്ട് തനു പതിയെ തന്റെ വീടിന്റെ മുറ്റത്തേക്ക് കയറി. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ചിറ്റ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് അവൾക്ക് അറിയാമായിരുന്നു. കവലയിൽ നിന്ന് കുഞ്ഞുവിന് വേണ്ടി വാങ്ങിയ ക്രയോൺസ് കളർ പെൻസിലൊക്കെ ഒരു കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് കയറി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അല്പസമയത്തിന് ശേഷം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ട് നോക്കിയതും വാതിൽ തുറന്നിറങ്ങി വരുന്ന ചിറ്റയെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചിറ്റേ, കയ്യിലിരുന്നവൻ നിലത്തേക്ക് ഇട്ടുകൊണ്ട് അവൾ പാഞ്ഞെന്ന് അവരെ മുറുകെ കെട്ടിപ്പിടിച്ചു. തനുവിന്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവർ പകച്ചു പോയെങ്കിലും ആത്മസംയമനം വീണ്ടെടുത്തുകൊണ്ട് അവരവളെ ചേർത്ത് പിടിച്ചു. നീ എന്താ ഒരു മുന്നറിയിപ്പില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന്? കുറച്ചു നിമിഷത്തിന് ശേഷം ആള് തന്നെ നടത്തി മാറ്റിക്കൊണ്ട് അവർ ഗൗരവത്തോടെ ചോദിച്ചു. അത് ചിറ്റയും കുഞ്ഞുവിനെയും ഒന്ന് കാണാൻ. അവൾ മുഖം കുനിച്ചു. അവളുടെ മുഖം മാറിയത് കണ്ടതും കൂടുതലൊന്നും ചോദിക്കാൻ അവർ നിന്നില്ല. അകത്തേക്ക് വാ. അയൽവക്കത്തെ മതിലരികിൽ നിന്നും പൊങ്ങിയ തലകളിലേക്കൊന്ന് രൂക്ഷമായി നോയിക്കൊണ്ട് അവർ തനുവിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. കുഞ്ഞു കിടക്കുകയാണോ ചിറ്റേ? അതിന് മറുപടിയായി അവളൊന്ന് മൂളിയതും അവൾ വേഗം കുഞ്ഞുവിന്റെ മുറിയിലേക്ക് നടന്നു. ടേബിളിന് മുന്നിൽ നിന്ന് കാര്യമായിട്ട് എന്തോ വായിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുവിന്റെ പിന്നിൽ നിന്നും തന്നെ അവളുടെ ഇരുകണ്ണുകളും മുറുകെ പൊത്തിപ്പിടിച്ചു. ചേച്ചി! പെട്ടെന്ന് തന്റെ സാന്നിധ്യം മനസ്സിലായതുപോലെ കുഞ്ഞു അതീവ സന്തോഷത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. ചേച്ചി, എത്ര നാളായി എന്റെ ചേച്ചിയെന്ന് കണ്ടിട്ട്. അവൾ കണ്ണീരോടെ തനുവിനെ കെട്ടിപ്പിടിച്ചു. അല്പസമയം നിന്ന ശേഷം അവർ പതിയെ അകന്നു മാറി. ചേച്ചിക്ക് ജോലിക്ക് കൊണ്ടായിരുന്നോ? കുഞ്ഞ് അവളെ കട്ടിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ലല്ലോ, ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ കാണാൻ ചേച്ചി ഓടി വന്നതാ. താന് പറഞ്ഞു കേട്ട് കുഞ്ഞുവിന്റെ മുഖം വിടർന്നു. നീ നോക്കി ചേച്ചി മോൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നെന്ന്. ആൾ അതും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കവറുകൾ കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതിലെ കളർ പെൻസിലും ക്രയോൺസും ഒക്കെ കണ്ടതും കുഞ്ഞിന് ഒത്തിരി സന്തോഷമായി. മോളിവിടെ നീ ഇത് വെച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കുക കേട്ടോ. ചേച്ചി അപ്പോഴെങ്കിൽ ചിറ്റയെടുത്തേക്ക് ചെല്ലട്ടെ. കുഞ്ഞു സമ്മതം പോലെ തലയാട്ടിയതും തനു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ചിറ്റേ! കിച്ചന്റെ വാതിൽക്കിൽ നിന്നും താൻ വിളിച്ച രേവതി തിരിഞ്ഞു നോക്കി. ചിറ്റയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? ആളാരെ പിന്നിൽ നിന്ന് പുറന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് എന്തിനാ നിന്നോട് ദേഷ്യം? അല്ലെങ്കിൽ തന്നെ നീ നിന്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആ ഒരാളുടെ മുഖത്ത് നോക്കാതെ മറുപടി പറഞ്ഞു. അങ്ങനെ പറയല്ലേ ചിറ്റേ, എൻ്റെ അവസ്ഥ ചിറ്റയ്ക്ക് മനസ്സിലാവില്ലേ? ആ നിമിഷം നമ്മുടെ കുഞ്ഞുവിൻ്റെ ജീവൻ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പണം കിട്ടുന്ന എഴുതിയ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അയാളുടെ ആവശ്യം അംഗീകരിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല. അവൾ നിറകണ്ണുകളോടെ പറഞ്ഞതും അവർ തിരിഞ്ഞ് അവളെ നോക്കി. അതിന് നിന്റെ ജീവിതം നശിപ്പിക്കണമായിരുന്നോ മോളെ? അവർ തിരിഞ്ഞെന്ന് അവിടെ കവളിൽ കൈ ചേർത്ത് വിളിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് എൻ്റെ ജീവിതം നശിച്ചു എന്ന് ചിറ്റയോട് ആരാ പറഞ്ഞു? മനക്കിലെ ദേഹത്തെ എന്നോട് പ്രണയമായിരുന്നു ചിറ്റേ. എന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള ഭയം കൊണ്ടാണ് അയാൾ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ചുകൊണ്ട് എന്നെ സ്വന്താക്കിയത്. നിറഞ്ഞ വഴികൾ അവർ കാണാതിരിക്കാനായി തിരിഞ്ഞെന്നുകൊണ്ട് അവൾ പറഞ്ഞു. എന്തുകൊണ്ടോ മനക്കിലുള്ളവർക്ക് അവരോടുള്ള പകയുടെ കാരണം അവൾക്ക് രേവതിയോട് ചോദിക്കാൻ തോന്നിയില്ല. എന്നാവും നിന്നോട് പറഞ്ഞിരുന്നോ? സംശയം വിട്ടുമാറാത്ത പോലെ അവർ വീണ്ടും ചോദിച്ചു. അതിനാളൊന്ന് മൂളിയതും അവരെന്താ ആലോചിച്ചുകൊണ്ട് കുറച്ച് സമയം നിന്നു. എന്താ ചിറ്റ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. എന്തായാലും നീ നന്നായിട്ട് ജീവിക്കുന്ന കണ്ടാൽ മതി ചിറ്റയ്ക്ക്. ആ ഒരു ഉള്ളിലെ ആശയങ്ങൾ അവളുടെ മുന്നിൽ കാണിക്കാതെ പറഞ്ഞു. അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അന്ന് ഉച്ചവരെ അവൾ ഓരോന്നും പറഞ്ഞ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുഞ്ഞവരുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചിരുന്നു. മേജർ സർജറി കഴിഞ്ഞിട്ട് അധികം ആവാത്തതുകൊണ്ട് തന്നെ കുഞ്ഞുവിന് കൂടുതൽ സമയം റെസ്റ്റ് തന്നെയായിരുന്നു. എന്നതിനെ ഇറങ്ങിയിട്ട് ചിറ്റേ. ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം എല്ലാം കഴിഞ്ഞു അവൾ ചിറ്റയുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു. ഇപ്പോഴേ പോണോ തനു? വൈകുന്നേരം പോയാൽ പോരെ? ആരവിടെ അരികിലേക്ക് വന്നോട് ചോദിച്ചു. പോണം ചിറ്റേ, എനിക്കൊരാളെ കാണണം. ആരെ? ആ ഒരു സംശയത്തോടെ ചോദിച്ചു. അത് നിഷ വിളിച്ചിരുന്നു. പോകുന്ന വഴിക്ക് അവളെ കൂടി ഒന്ന് കാണണം. തനുവിന്റെ കൂടെ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ് നിഷ. രേവതിക്ക് അവളെ നന്നായിട്ട് അറിയാം. ശരിയിട്ടെ, എന്തായാലും ഇറങ്ങുക. കുഞ്ഞു നല്ല ഉറക്കായതുകൊണ്ട് അവളെ കാണുന്നില്ല. അവൾ ഉണരുമ്പോൾ ചിറ്റ അവളോട് പറഞ്ഞാൽ മതി. അതും പറഞ്ഞുകൊണ്ട് രേവതിയോട് യാത്രയും പറഞ്ഞ് തനു വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റ് കടന്ന് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്തൊരു നമ്പർ ഡയൽ ചെയ്തു. ഹലോ, ഞാൻ ഇറങ്ങി, ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. ശരി. മറുവശത്തുള്ള ആളിനോട് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അതുവഴി പോയൊരു ഓട്ടോക്ക് കൈ കാണിച്ചുകൊണ്ട് അതിലേക്ക് കയറി. ഡ്രൈവറോട് പോവേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു. ബീച്ചിന് മുന്നിൽ ഓട്ടോ നിർത്തിയതും ആൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ആഞ്ഞടിക്കുന്ന തിരമാലകളെ നോക്കി പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ദൂരെ നിന്ന് തന്നെ അവൾ കണ്ടിരുന്നു. ആൾ വേഗം അയാളുടെ അരികിലേക്ക് നടന്നു. സർ. അയാളുടെ പിന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവർ വിളിച്ചും പെട്ടെന്ന് ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കി. വിഷ്ണു സർ. ആൾ വീണ്ടും വിളിച്ചും അവനൊന്ന് പുഞ്ചിരിച്ചു. ഫോർമാലിറ്റി ഒന്നും വേണ്ടടോ, ദത്തന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ പെങ്ങളാ. താനെ വിഷ്ണുവേട്ടാന്ന് വിളിച്ചാൽ മതി.
അതിന് മറുപടി അവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ആ, താനെന്തിനെ കാണുമെന്ന് പറഞ്ഞു? തനിക്ക് നിന്നോട് പറയാനുണ്ടോ? അവനോട് ചോദിച്ചു. പക്ഷെ പറയാനല്ല, ചോദിക്കാനുള്ളത്. അവൾ പറഞ്ഞു. അവന് നെറ്റി സംശയത്താൽ ചുളിഞ്ഞു. അത് എനിക്കറിയണം. മനക്കിലെ ദേവതത്തിന് എൻ്റെ ചിറ്റരേവതിയോടുള്ള പകയുടെ കാരണം എന്താണെന്ന്. അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ മാനസികമായിട്ടും ശാരീരികമായും ദ്രോഹിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദമല്ലാതെ വിറകൊണ്ടിരുന്നു. എന്നാൽ താനും ഫോൺ ചെയ്തപ്പോൾ തന്നെ അവളുടെ ആവശ്യം ഇതായിരിക്കുമെന്ന് ചെറിയൊരു ഊഹം ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിന് മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ പാഴ്ച നിൽക്കായിരുന്നു വിഷ്ണു ആ നിമിഷം. സർ, താൻ ഇത്രയും പറയുന്നു തിരിച്ചൊരു വാക്കുപോലും പറയാതെ ആഞ്ഞടിക്കുന്ന തിരമാലകളിലേക്ക് തന്നെ കണ്ണു നട്ടുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി തനു പതിയെ വിളിച്ചു. ആ, പറയുതനു. ആൾ വിളിച്ചു കേട്ടത് അവനെ ഞെട്ടിലോടെ തിരിഞ്ഞു പോയിക്കൊണ്ട് ചോദിച്ചു. എന്റെ ചോദ്യങ്ങൾക്കൊന്നും സാർ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ആൾ ഗൗരവത്തോടെ ചോദിച്ചു. അതുവരെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന അവന്റെ മുഖം പെട്ടെന്ന് മാറി. ആള് വല്ലാത്തൊരു ദേഷ്യോടിലെടുക്കുന്ന തനി കണ്ടു. തനിക്കിതൊക്കെ തത്തിനോട് തന്നെ ചോദിച്ചൂടെ? അവൻ പറഞ്ഞിട്ട് അവിടെ മൊത്തം ദേഷ്യം ഇരച്ചു കയറി. എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം എന്റെ അരികിലേക്ക് വരുന്ന അയാളോട് ഞാൻ എന്താ ചോദിക്കേണ്ടത്? എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ എന്റെ ചിറ്റയുള്ള പയ്യാണെന്നല്ലാതെ മറ്റൊന്നും അയാളുടെ വായിൽ നിന്ന് വീഴില്ല. എന്റെ അറിവിൽ എന്റെ ചിറ്റ ഒരാളും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അമ്മയില്ലാത്ത എന്നെ എന്റെ കുഞ്ഞിനെയും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തി വലുതാക്കിയ എന്റെ ചിറ്റയാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത പാവ എന്റെ ചിറ്റ. അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവന്റെ ചുണ്ടിലെ പൂച്ചച്ചിരി വിരിഞ്ഞു. ആര്? രേവതി എന്ന നിന്റെ ചിറ്റയാണോ? ഒരാളോട് ഒരു ദ്രോഹം ചെയ്യാത്ത പരിഹാസത്തോടെ അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ കോർത്തു. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിനക്കറിയില്ല തനു അവരെ. നിന്റെ മുമ്പിൽ നിഷ്കളങ്കതയുടെ മുഖം മൂടിയാണ് നിൽക്കുന്ന അവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. സ്വന്തം സ്വാർത്ഥയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത രാക്ഷസിയുടെ മുഖം. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേട്ട് അവൾ അന്തം വിട്ട് നിന്നു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്റെ ചിറ്റ ആരെ കൊന്നുന്നാ? എന്റെ ചിറ്റയെക്കുറിച്ച് വെറുതെ ആവശ്യമില്ലാത്ത വിളിച്ചു പറയരുത്. ആൾക്കൊല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം തന്നെയും കുഞ്ഞുവിനെയും പ്രാണനെ പോലെ സ്നേഹിച്ചു വളർത്തിയ തന്റെ ചിറ്റയെ പറ്റിയാണ് അയാൾ മോശമായി സംസാരിക്കുന്നത്. അത് കേട്ടുകൊണ്ട് നിൽക്കാൻ അവളിലെ മകൾക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടാവാം. നിനക്കെന്നെ വിശ്വസിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും സത്യമില്ലാതാവുന്നില്ലല്ലോ. ആ ഒരു കാരണം എത്ര പേരുടെ ജീവിതമാണെന്നോ നശിച്ചത്, എത്ര ജീവനാണെന്നോ ഇല്ലാതായത്. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ പറഞ്ഞു നിർത്തിയതും അവൾ എന്ത് പറയണമെന്നറിയാതെ പകച്ചു പോയി. ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല. നിങ്ങൾക്കെന്തോ തെറ്റിദ്ധാരണ പറ്റിയതാ. എന്റെ ചിറ്റക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല. അമ്മയില്ലാത്ത എന്നെ എന്റെ കുഞ്ഞിനെയും സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നോക്കി വളർത്തിയത് എന്റെ ചിറ്റ. ആൾ നിറകണ്ണുകളോടെ പറഞ്ഞാണ് അവന്റെ മുഖത്തേക്ക് നോക്കി. ഇത്രയും ഉറപ്പോടെ പറയാൻ തനിക്ക് എന്തറിയാൻ തന്നെ ചിറ്റയെ കുറിച്ച്? ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്തൊരു പാവാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ വാഴ്ത്തിപ്പാടുന്ന തന്റെ ചിറ്റ ഒരു കുഞ്ഞിന് ജന്മം നൽകിയവളായിരുന്നെന്ന് സത്യം തനിക്കറിയായിരുന്നോ? അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നൊന്ത് പ്രസവിച്ച തന്റെ ആ കുഞ്ഞിനെ ഒരു മടിയും കൂടെ ശ്വാസം മുട്ടിച്ചു വന്ന വിവരം തനിക്കറിയായിരുന്നോ? കടുത്ത സ്വരത്തിൽ അവളുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു. അവളുടെ അലർച്ചയോട് ഉയർന്നു കേട്ടു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ ചിറ്റിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അവൾ അതിനെ കോളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അലറി. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയും സാർ? ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ പ്രായല്ലേ? ആ ഒരു ബഹുമാനെങ്കിലും കാണിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കണം. അയാളുടെ കൂട്ടുകാരനല്ലേ? അപ്പൊ നിങ്ങൾക്ക് അയാളുടെ സ്വഭാവത്തിൽ നിന്നൊട്ട് മോശം വരാൻ പാടില്ലല്ലോ. ആൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവജ്ഞതയോടെ പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അവന്റെ ആ പുഞ്ചിരി കണ്ടതും അവൻ തന്നെ പരിഹസിക്കുന്ന പോലെയായിട്ടാണ് അവൾക്ക് തോന്നിയത്. ഞാൻ പോകുന്നു. ദത്തം കാണിക്കുന്ന ഈ ഭ്രാന്തിന്റെ കാരണം നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഞാൻ ചിന്തിച്ചാ എനിക്ക് പറ്റിയ തെറ്റ്. നിങ്ങളും അയാളുടെ ആളല്ലേ? അപ്പൊ അയാളെ സേവ് ചെയ്യാനല്ലേ നിങ്ങൾ ശ്രമിക്കൂ. അത് ഞാൻ ഓർക്കണമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി എന്റെ പാവം ചിറ്റയെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? വല്ലാത്തൊരു മനസ്സന്നെ നിങ്ങളുടെയൊക്കെ. കഷ്ടം. ആളവനെ നോക്കി വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. ഏയ് തനു, നിക്ക്, ഞാനൊന്ന് പറയട്ടെ. അവൻ പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവൾ അവന് ഗവനിക്കാതെ മുന്നോട്ട് നടന്നു. അവൻ ഓടി വന്നാളുടെ മുന്നിൽ കയറി അവൾക്ക് തടസ്സമായി നിന്നു. അങ്ങനെ പോകാതെ തനു, ഞാനൊന്ന് പറയട്ടെ. സാറ് വഴിന്ന് മാറി, എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കണമെന്നില്ല. അവൻ പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയുന്നതും താനിപ്പോ കേൾക്കണ്ട. പക്ഷെ താൻ തന്റെ ചിറ്റ ഇത്രയും നല്ലവളായി ചിത്രീകരിച്ചതിക്ക് സത്യം എന്താണെന്ന് താൻ അറിയണം. തെളിവ് സഹിതം വായന്റെ കൂടെ. അതും പറഞ്ഞുകൊണ്ട് അവനോടെ കയ്യും പിടിച്ച് അവന്റെ കാറിന് നേരെ നടന്നു. ഏയ് സാർ എന്തായി കാണിക്കുന്നേ? എന്റെ കൈ വിട്. ആളവന്റെ കയ്യിൽ കിടന്ന് കുതിരെങ്കിലും അവനവളെ പിടിച്ച വിടിയാതെ തന്റെ കാറിൽ കൊണ്ടിരുത്തി. നിങ്ങൾ എന്നെയും കൊണ്ട് ഇത് എങ്ങോട്ടായി പോന്ന്? ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുന്ന വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് അവൾ പകപ്പോടെ ചോദിച്ചു. എന്റെ വീട്ടിലേക്ക്. അതിന് മറുപടിയായി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു. കിച്ചണിൽ നിൽക്കുന്ന ശ്രീദേവിയുടെ പിന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ദത്തം വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി. അമ്മേ. എന്താ ദത്ത? അത് അമ്മേ, അവളുടെ തനുശ്രീ. ഓ, അവളവിടെ വീട്ടിൽ പോകുന്നത് പറഞ്ഞുകൊണ്ട് രാവിലെ പോയതാ.
അവരസമായി പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. അവളുടെ വീട്ടിൽ പോയെന്നോ? ആരോട് ചോദിച്ചിട്ട്? അവന്റെ മുഖത്ത് ദേഷ്യം രസികേറി. എന്നോട് ചോദിച്ചിട്ടാ പോയത്. എന്തേ? പെട്ടെന്ന് പിന്നീട് രാജേശ്വരിയുടെ ശബ്ദം കേട്ടും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അതപ്പച്ചി അവളെന്നോടൊന്നും പറഞ്ഞില്ല. അവരുടെ മുഖത്ത് ഗൗരവഭാവം കണ്ടതും അവൻ പതർച്ചയോടെ പറഞ്ഞു. രാവിലെ അവൾ നിന്നോട് പറയാൻ വന്നപ്പോ നീ നല്ല ഉറക്കായിരുന്നു. നിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ടി ശല്യം ചെയ്യണമെന്ന് വിചാരിക്കും അവൾ എന്നോട് പറഞ്ഞിട്ട് പോയത്. എന്തേ നിന്നോട് പറയാത്തിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കടയിൽ മുകളിലായി വെച്ചിരുന്ന പാറു ഗ്ലാസ് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് അവർ ചോദിച്ചു. ഇല്ലെന്ന രീതിയിൽ തോളുക്കി കാണിച്ചു. അതിനവരൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ശ്രീദേവിയുടെ അരികിലേക്ക് ചെന്ന് അവരെ സഹായിക്കാൻ തുടങ്ങി. ഇങ്ങ് വരട്ടെ അവള്. എന്നോട് ചോദിക്കാതെ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു തരാം. തന്നോട് വീട്ടിൽ പോയി എന്ന് കേട്ടതും അവനും വല്ലാതെ ദേഷ്യം തോന്നി. അവൻ പല്ലിയരിച്ചുകൊണ്ട് അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ? അവന്റെ പിറവുകൾ കേട്ട് രാജേഷെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്താ പച്ചി? അപ്പോഴാണ് അവൻ അവരോട് നിൽക്കുന്ന കാര്യം ഓർത്ത് അവൻ ഞെട്ടിലോട് അവർ നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, നീ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞിരുന്നോ? അവർ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അവനൊന്നും പരിങ്ങി. ഞാനൊന്നും പറഞ്ഞില്ല അപ്പച്ചി. അവിടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ അവിടെ കൂടെ പോവായിരുന്നു എന്ന് പറഞ്ഞ. അവൻ റൂഫിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരവനെ അടിപൊളി നോക്കി. അതിന് നിനക്കവിടെ വീട്ടിൽ പോകുന്ന അവിടെ ചിറ്റയെ കാണുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. പിന്നെ നീ കൂടി അവിടെ കൂടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഇതാകുമ്പോ ആ കൊച്ചു മനസ്സമാനത്തോടെ പോയിട്ട് വന്നോളൂ. അവരവനെന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനവരെ നോക്കി വിളിച്ച് കാണിച്ചുകൊണ്ട് പതിയെ തിരിഞ്ഞടന്നു. നടക്കുന്നതിനിടയിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കിയതും ശ്രീദേവിയുടെ എന്തോ പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന രാജേശ്വരി കണ്ട് അവന്റെ മുഖം വാടി. 2-3 ദിവസമായിട്ടുള്ള അവരുടെ അവഗണന അവൻ അത്രമേൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. വിഷ്ണുവിന്റെ വീടിന് മുമ്പിൽ കാറുകൊണ്ട് നിർത്തിയതും തനു മുഖമുയർത്തി മുന്നോട്ട് നോക്കി. അധികം വലുതല്ലാത്ത വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ 2 നില വീടായിരുന്നു വിഷ്ണുവിന്റേത്. അവൾ കണ്ണുകൾ വിടർത്തി ആ വീടും പരിസരമൊക്കെ നോക്കി കണ്ടു. ഇറങ്ങ്. അവൻ പറഞ്ഞുകൊണ്ട് ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മറുവശത്ത് ഡോറൊന്ന് അവൾ ഇറങ്ങി. നമ്മൾ എന്തിനാ സാർ ഇങ്ങോട്ട് വന്ന്? ഡോർ തുറന്ന് അവൻ ഇറങ്ങി നേരെ വീടിന്റെ അകത്തേക്ക് നടക്കുന്നുണ്ട്. ആൾ അവന്റെ പിന്നാലെ ചെന്നുകൊണ്ട് ചോദിച്ചു. നിന്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാത്തിന്റെയും മറുപടി ഇവിടെയുണ്ട്, വാ. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ ഇനി അറിയാൻ പോകുന്ന സത്യങ്ങൾ തന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല. മുന്നിലെ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പെൺകുട്ടിയെ തന്നൊരു നിമിഷം നോക്കി നിന്നു. ഏകദേശം 18-19 വയസ്സ് തോന്നിക്കും. വിഷ്ണുവുമായിട്ടുള്ള രൂപസാദൃശ്യത്തിൽ നിന്ന് തന്നെ അവൾ വിഷ്ണുവിന്റെ സഹോദരിയാവുമെന്ന് അവൾ അനുമാനിച്ചു. അവളുടെ കണ്ണുകൾ തന്നെ നേരെ സംശയത്തോടെ നീങ്ങുന്ന തന്നെ കണ്ടു. അമ്മയുടെ വിഷ്ണു അവളോടായി ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അമ്മ അകത്തുണ്ട്, ഇതാരേട്ടാ? അവനോട് ചോദിക്കുമ്പോഴും അവളുടെ ഉണ്ട കണ്ണുകൾ തനുവിനെ തന്നെ സംശയത്തോടെ നോക്കുകയായിരുന്നു. കണ്ടിട്ട് നിനക്ക് ആറായിട്ട് തോന്നേ? അവളുടെ ചോദ്യം കേട്ട് അവനെ കുസൃതിയോടെ ചോദിച്ചു. അവൾ കണ്ണുകൾ വിടത്തിയും പുരികം ചുളിച്ചൊക്കെ തനുവിനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അധികം അങ്ങോട്ട് തുറപ്പിച്ചു നോക്കണ്ട, പറഞ്ഞു വരുമ്പോ നിന്നെ ഏർത്തിയായിട്ട് വരും. എന്താ ഏർത്തിയോ? അവൻ പറഞ്ഞു കേട്ടവൾ ഞെട്ടിലോട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്താ ഏർത്തിയെന്ന് നീ കേട്ടിട്ടില്ലേ? അവളുടെ മുഖഭാഗം കണ്ടത് അവൻ പുരികം ചുളിച്ചോണ്ട് ചോദിച്ചു. അയ്യോ അമ്മേ, നീ ഏട്ടനെ ഒളിച്ച് കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നേ! അവൻ പറഞ്ഞു തരണ താമസം അവൾ അലറി വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. ഒരു വേള അവൾ പറഞ്ഞു കേട്ടതും അവരിരുവരും അന്തം വിട്ടുകൊണ്ട് പരസ്പരം നോക്കി. അപ്പോഴേക്ക് അവിടെ അലർച്ച കേട്ട് വിഷ്ണുവിന്റെ അമ്മ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്താ വേണി, എന്തിനാ നീ ഇങ്ങനെ കിടന്ന് അലർന്ന്? ലക്ഷ്മി മുഷ്ടിയോട് അവളോട് ചോദിച്ചു. തറവാട്ടിൽ നിന്ന് അന്ന് രാവിലെ അവർ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഏതോ ഫ്രണ്ട് വിളിച്ച പ്രകാരം മഹാദേവൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ക്ഷീണം കാരണം ലക്ഷ്മി ഒന്ന് മയങ്ങിയപ്പോഴാണ് വേണിയുടെ ഈ അലർച്ച കേട്ടത്. ദേ നോക്കിയമ്മേ, ഏട്ടൻ കല്യാണം കഴിച്ചു. അവരെ കണ്ടതും അവൾ വീണ്ടും വിഷ്ണുവിനെയും തനുവിനെയും നോക്കിക്കൊണ്ട് അവരോടായി പറഞ്ഞു. ലക്ഷ്മി അന്തം വിട്ടുകൊണ്ട് അവരിരുവരെയും മാറി മാറി നോക്കി. അയ്യോ എന്റെ അമ്മേ, ഈ പെണ്ണ് വെളിവിലാവരും പറയുന്ന ഇത് ഞാൻ കിട്ടിയ പെണ്ണൊന്നല്ല, നമ്മുടെ ദത്തന്റെ ഭാര്യ. അവരുടെ നോട്ടം കണ്ടത് വിഷ്ണു നെറ്റിയെന്നൊഴിഞ്ഞ് വേണിയെന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് വേണിക്ക് അബദ്ധം മനസ്സിലായത്. അവൾ അവരെ നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചു കൊടുത്തു. സോറി മോളെ, ഈ പെണ്ണ് ഇങ്ങനെയാ, വായി തോന്നിയെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കും, മോളെ കാര്യാക്കണ്ട. വിഷ്ണുവിന്റെ അമ്മ തനുവിന്റെ അരികിലേക്ക് വന്നോണ്ട് പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. അല്ല മോളെന്താ നിന്റെ കൂടെ? ദത്തനെവിടെ? ആ വന്നില്ലേ? അവരുടെ കൂടെ ദത്തനെ കാണാത്തോണ്ട് തന്നെ അവർ വിഷ്ണുവിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഇല്ലമ്മേ, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അവൻ അറിഞ്ഞിട്ടില്ല. തനുവിന് കുറച്ച് സംശയങ്ങളുണ്ട്, അതൊന്നും തീർത്തു കൊടുക്കാനാ ഞാൻ ഇവിടെയും കൂട്ടിക്കൊണ്ട് അമ്മയുടെ അരികിലേക്ക് വന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു. അവൾ മുഖം കുനിച്ചു. സംശയോ? എന്ത് സംശയം? അവൻ പറഞ്ഞു കേട്ട് ആ അമ്മ ചോദിച്ചു. പറയാം അമ്മ, വാ. വേണി, നീ കുടിക്കാനെന്തെങ്കിലും എടുക്ക്. അവൻ വേണിയോട് പറഞ്ഞുകൊണ്ട് അമ്മയും തനുവിനെയും കൂട്ടിക്കൊണ്ട് അകത്ത് മുറിയിലേക്ക് നടന്നു. എന്തായിരിക്കും ഇവർക്ക് ഇത്ര രഹസ്യം പറച്ചില്? ആർ പോകുന്ന നോക്കിക്കൊണ്ടിരുന്ന വേണി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു.
റൂമിലേക്ക് കയറിയതും ദത്തിനുടൻ തന്നെ വാതിൽ ലോക്ക് ചെയ്തു. ശേഷം കബോർഡിൽ നിന്നൊരു പഴയ ആൽബം പുറത്തേക്ക് എടുത്തു. ദാ ഇത് തുറന്നു നോക്ക് നീ. അവൻ ആൽബം അവിടെ കയ്യിലേക്ക് വെച്ചെടുത്തോണ്ട് പറഞ്ഞു. അവളൊരു സംശയത്തോടെ ആൽബം തുറന്നു നോക്കി. 2-3 പേജുകൾ മറിച്ചു കഴിഞ്ഞു. അടുത്ത പേജിൽ ഒരു ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. ഒരു നിമിഷം അവളിലൂടെ ഒരു വിറയൽ പടർന്നു കയറി. ഇത് സംശയിക്കണ്ട, അത് നിന്റെ ചിറ്റ തന്നെയാ. അവൾ ഞെട്ടിലോടെ ചോദിച്ചപ്പോഴേക്കും അവൻ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു. അവൾ ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കി. 3 പെൺകുട്ടികൾ ചേർന്ന് നിൽക്കുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഫോട്ടോ. അതിൽ നിന്റെ ചിറ്റയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായോ? അവൻ ചോദിച്ച അവളുടെ കണ്ണുകൾ തന്റെ അരികിൽ നിൽക്കുന്ന ലക്ഷ്മിയുടെ നേർക്ക് നീണ്ടു. അവരുടെ മുഖത്തൊരു പുഞ്ചിരി എളിഞ്ഞു. അതിൽ നിന്റെ ചിറ്റയുടെ അടുത്ത് നിൽക്കുന്ന എന്റെ അമ്മ, അമ്മയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന രാജേശ്വരി അപ്പച്ചി. ഇവര് 3 പേര് ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. അവൻ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ അവരെ നോക്കി. തുടരും.